അത് പക്ഷേ എല്ലാ മാധ്യമങ്ങളിലും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നതോടുകൂടി, എല്ലാ പത്രങ്ങളിലും ടോപ്പ് ഹെഡ്ലൈൻ ആയിട്ട് വന്നതോടുകൂടി വീണ്ടും അതെനിക്കൊരു ഗുണകരമായി എന്നുള്ളതാണ്. എൻ്റെ രണ്ടുപേരും ആളുകളുടെ മനസ്സിൽ കയറി. അഞ്ജലി നായരും കയറി, അഞ്ജലി പി വിയും കയറി. അതിനേക്കാൾ ഉപരി ഒരു വനിത മാത്രമേ മത്സരിക്കുന്നുള്ളൂ. ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട് എനിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ രാഷ്ട്രീയക്കാരിയല്ല, എനിക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയം എനിക്ക് അറിയില്ല. പക്ഷേ മോളെ, ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ഇത്രയൊക്കെ നെഗറ്റീവ് PR ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെനിക്ക് ഗുണമായി വന്നിട്ടേ ഉള്ളൂ. പക്ഷെ അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ അത് മാത്രം എഡിറ്റ് ചെയ്ത് വരികയും സിനിമയുടെ എണ്ണം പറഞ്ഞ് വലിപ്പം പറഞ്ഞ് വോട്ട് ചോദിച്ച ഒരാളായി മാറി ഞാൻ. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന പെട്ടെന്ന് അത്തരത്തിലുള്ളൊരു സ്ഥലം വന്നപ്പം പിന്നെ സെക്കൻഡ് തോട്ടിന് പോയില്ല. നമ്മളായിട്ട് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ അത് വോട്ടിലേക്ക് കൺവേർട്ട് ആവുള്ളൂ. അല്ലാത്ത പക്ഷം പോകുമ്പോൾ ചിലപ്പം അവരൊരു അഭിനേത്രി ഒരു ഫാമിലി പോയിട്ട് അമ്മേ നമുക്ക് ഇതുപോലെ ചെയ്യാം, പൊന്നുമുള്ള നമുക്ക് വികസനമല്ല വേണ്ടത്. കഴിഞ്ഞ 10 വർഷമായിട്ട് നടക്കുന്ന അനീതികളുണ്ട് ഇവിടെ. പ്രശ്നങ്ങൾ കേൾക്കാൻ മനസ്സില്ലെങ്കിൽ, അത് ചെയ്തു കൊടുക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അതിലൊരു കാര്യമില്ല. പള്ളുരുത്തി പോലുള്ള സ്ഥലത്ത് ഞാൻ ചെന്നെത്തുമ്പം വോട്ട് ചോദിച്ചു പോയപ്പോൾ അവർ കാണിച്ചത് ഒരു പ്രദേശം മുഴുവൻ എലികൾ കടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ. ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നൊരു പദ്ധതി കിഴക്കമ്പലം മോഡൽ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. 2020 എങ്ങനെ ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. ഇൻഫാൻ എൻ്റർടൈൻമെൻറ്റിലെ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ സ്പെഷ്യൽ ആയിട്ടൊരു അതിഥിയാണ്. ഷീസ് ആൻ ആക്ടർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുകയാണ് തൃപ്പൂണിത്തുറയിലെ NDA കാൻഡിഡേറ്റ് ആയ അഞ്ജലി നായർ. വെൽക്കം. ഹായ്, വെൽക്കം. താങ്ക് യു. എങ്ങനെയാണ് ഈ പൊളിറ്റിക്സിലേക്കുള്ള ഒരു തുടക്കം എന്ന് പറയുന്നത്? കാരണം എല്ലാവർക്കും ഒരു പേഴ്സണൽ പൊളിറ്റിക്സ് എല്ലാ മനുഷ്യനും ഉണ്ടാവും. സഡൻലി ആണ് അഞ്ജലി കാൻഡിഡേറ്റ് ആണെന്നുള്ളത് എല്ലാവരും അറിയുന്നത്. സോ ലൈക്ക് ഇത് പ്രീ പ്ലാൻഡ് ആയിരുന്നോ, പെട്ടെന്നുള്ളൊരു എൻട്രി ആണോ, എങ്ങനെയാണിത്? തീർച്ചയായിട്ടും പെട്ടെന്നുള്ളൊരു എൻട്രി തന്നെയായിരുന്നു. നമ്മൾ ആദ്യം ഡൽഹിയിൽ നിന്നൊക്കെ കുറച്ച് കോൾസ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഫ്രോഡ്ലൻഡ് കോൾസ് ആയിരിക്കും, ഇലക്ഷൻ ടൈമിൽ അറിയാതെ വിളിക്കുന്നതായിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ ഹസ്ബൻഡ് അടുത്ത് സംസാരിക്കുകയുണ്ടായി. പിന്നീട് റിപ്പീറ്റഡ് കോൾസ് വരാൻ തുടങ്ങി, ഇവിടെ നിന്ന് കോൾ വരാൻ തുടങ്ങി, 2020 ഓഫീസിൽ നിന്ന് കോൾ വരാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി എന്താണ് എന്നുള്ളത്. അപ്പം പുള്ളി പറഞ്ഞൊരു കാര്യം, ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുമ്പം അത് മാക്സിമം നമുക്ക് എന്താണെന്നുള്ളത് അന്വേഷിക്കുകയെങ്കിലും വേണം, അത് അറിയണം എന്ന് കരുതിയിട്ടാണ് നമ്മൾ സാബു സാറിനെ മീറ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ 2020 ഓൾറെഡി നമുക്ക് അറിയാം എങ്ങനെ പോകുന്നു, എന്താണ് അവരുടെ വികസനം, കിഴക്കമ്പലം പ്ലാനുകൾ, കാര്യങ്ങൾ, സ്ട്രാറ്റജീസ് ഒക്കെ നമുക്ക് അതിൻ്റെ ഒരു ബേസിക്സ് കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാവുന്നതായിരുന്നു. അത് BJP എന്ന് പറയുന്നൊരു പ്രസ്ഥാനമായിട്ട് കൂടിച്ചേരുമ്പം അത് എന്താ പറയുക, ഒരു ഡബിൾ സ്ട്രോങ്, ഒരു ഡബിൾ എൻജിൻ എഫക്റ്റ് എന്നൊക്കെ പറയുന്ന പോലെ പിന്നീടൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. ആ ഓപ്പർച്യൂണിറ്റി ഏറ്റെടുക്കുക എന്നുള്ളത് മാത്രമായിരുന്നു പിന്നെ എൻ്റെ മുമ്പിലുള്ളത്. അതിനുശേഷം പെരുമ്പാവൂർ മണ്ഡലമായിരിക്കും എന്നൊരു സൂചന നൽകി. വീണ്ടും പെരുമ്പാവൂർ പറ്റില്ല, കുട്ടികൾ ചെറുതാണ്, പ്രചരണത്തിന് പോയി വന്നാൽ പോലും തിരിച്ച് വീണ്ടും നാളെ ഒരുപക്ഷെ ജയമുണ്ടായാൽ അങ്ങോട്ട് മാറുന്നതൊന്നും ചിന്തിക്കാൻ കഴിയുന്നതല്ല. പിന്നെ ആ ഒരു പ്ലാൻ നമ്മൾ വിട്ടു. വേണ്ട, പെരുമ്പാവൂരാണെങ്കിൽ പിന്നെ ഇതിപ്പോൾ ആരും അറിഞ്ഞിട്ടുമില്ല, ഞങ്ങൾ തമ്മിൽ മാത്രമുള്ള ഡിസ്കഷൻ മാത്രമാണ്, അത് വേണ്ട എന്ന തീരുമാനത്തിലെത്തി. പിന്നീടാണ് തൃപ്പൂണിത്തുറ എന്നൊരു ആശയം വന്നത്. അപ്പം ഞാൻ ജനിച്ച സ്ഥലമാണ്, ഞാൻ പഠിച്ച സ്ഥലമാണ്, എനിക്ക് വളരെ പരിചിതമായ ആളുകളാണ്. തൃപ്പൂണിത്തുറ പൂർണ്ണത്രയീശൻ അമ്പലത്തിൻ്റെ മേലെയുള്ള ഗോപുരങ്ങളുടെ വർക്ക് എൻ്റെ അച്ഛനാണ് വരച്ചുണ്ടാക്കിയത്. അങ്ങനെ ഒരുപാട് കാരണങ്ങളുണ്ട്. തൃപ്പൂണിത്തുറ എന്ന് പറയുന്ന പെട്ടെന്ന് അത്തരത്തിലുള്ളൊരു സ്ഥലം വന്നപ്പം പിന്നെ സെക്കൻഡ് തോട്ടിന് പോയില്ല, നമ്മളിത് ഏറ്റെടുക്കുകയായിരുന്നു. എല്ലാവർക്കും ഒരു ഞെട്ടലെന്ന പോലെ തന്നെ ഞങ്ങൾക്കും ഇതൊരു ഞെട്ടലായിരുന്നു. എവിടെയോ ഇരുന്ന്, അല്ലെങ്കിൽ സിനിമ മാത്രം ഫോക്കസ്ഡ് ആയിട്ടിരുന്ന, അല്ലെങ്കിൽ മറ്റു മേഖലകൾ മാത്രം അറിഞ്ഞിരുന്നൊരു ആള് പെട്ടെന്ന് ഇത്ര വലിയൊരു ടോക്കുള്ളൊരു പൊളിറ്റിക്സിലേക്ക് വരിക എന്ന് പറയുന്നത് ശരിക്കും സഡൻ ട്വിസ്റ്റ് തന്നെയായിരുന്നു. എൻ്റെ ലൈഫിലെല്ലാം ട്വിസ്റ്റ് തന്നെയാണ്. സിനിമയിൽ വന്നതും ഒരു രാത്രി കൊണ്ടുണ്ടായ ഒരു മാറ്റമാണ്, ബിസിനസ്സിലേക്ക് വന്നതും പെട്ടെന്നുണ്ടായൊരു പ്ലാനാണ്, അതേപോലെ പൊളിറ്റിക്സിലേക്കും പെട്ടെന്നുള്ളൊരു പ്ലാനാണ്. ഇത്തവണത്തെ പല സ്ഥലങ്ങളിലെയും കാൻഡിഡേറ്റ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഒരു പോപ്പുലാരിറ്റി ബേസ് ചെയ്തിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ബിഗ് ബോസിൽ പോയ താരങ്ങൾ, അതുപോലെ വളരെ ആക്ടേഴ്സായിട്ട് ഒരുപാട് ആളുകൾ സ്വീകരിച്ച ആൾക്കാരാണ്. എത്രത്തോളം ഈ ഒരു പോപ്പുലാരിറ്റി പൊളിറ്റിക്സിൽ വരുമ്പോൾ ആൾക്കാരുടെ ഒരു ജനപ്രീതി നേടി വോട്ട് നേടാനായി അത് സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ട്?
എത്രത്തോളം പോപ്പുലാരിറ്റി ഉണ്ടെങ്കിലും അത് വോട്ടിലേക്ക് ഒന്നും നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യില്ല. നമ്മൾ അവരോട് സംസാരിക്കുന്ന കാര്യങ്ങൾ, നമ്മൾ അവരോട് എങ്ങനെ നിൽക്കുന്നു എന്നുള്ള കാര്യങ്ങൾ, അതിൽ നമുക്കൊരു അഭിനയമില്ല. അത് നമ്മളായിട്ട് തന്നെയാണ് സംസാരിക്കുന്നതെന്ന് അവർക്ക് തോന്നിയാൽ മാത്രമേ അത് വോട്ടിലേക്ക് കൺവേർട്ട് ആവുള്ളൂ. അല്ലാത്ത പക്ഷം പോകുമ്പോൾ ചിലപ്പം അവരൊരു അഭിനേത്രി അല്ലെങ്കിൽ ഒരു അഭിനേതാവ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഒരു പോപ്പുലർ ഫേസ് എന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള സ്വീകാര്യതകൾ ഉണ്ടാവും. ഫോട്ടോ എടുക്കാനും ഓട്ടോഗ്രാഫ് വാങ്ങിക്കാനും ഒന്ന് നമ്മളെ ഹഗ് ചെയ്യാനും ഷേക്ക് തരാനും കൈവീശി കാണിക്കാനും ഒക്കെ ഉള്ളത് അവരുടെ ഉള്ളിലൊരു ആവേശം ഉണ്ടാവും. അത് എത്രത്തോളം വോട്ടായിട്ട് കൺവേർട്ട് ചെയ്തു ആയി എന്നറിയണമെങ്കിൽ നമ്മുടെ മെയ് 4-ാം തീയതി റിസൾട്ടിന് നമുക്ക് വെയിറ്റ് ചെയ്തേ മതിയാവുള്ളൂ. തൃപ്പൂണിത്തറയെ അത്രത്തോളം അറിയുന്ന ഒരാളാണെന്ന് പറഞ്ഞല്ലോ. യഥാർത്ഥത്തിലുള്ള തൃപ്പൂണിത്തറയുടെ പ്രശ്നങ്ങളെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇവിടെ വരേണ്ട മാറ്റങ്ങൾ എന്തൊക്കെയാണ്? അഞ്ജലി അടുത്തൊരു 5 വർഷത്തിൽ ഇവിടെ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ അഞ്ജലിക്ക് മാറ്റണം, പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് തോന്നിയിട്ടുള്ളത്? ഞാൻ തൃപ്പൂണിത്തറയിലെ പ്രചരണം, തൃപ്പൂണിത്തറ എന്ന് ഉദ്ദേശിക്കുന്ന മണ്ഡലത്തിൽ തൃപ്പൂണിത്തറ മാത്രമല്ല കേട്ടോ, പള്ളുരുത്തി, ഇടക്കൊച്ചി, പനങ്ങാട്, മരട്, നെട്ടൂര് മുതലുള്ള ഉദയംപേരൂർ, പൂത്തോട്ട, ആ ഭാഗങ്ങളൊക്കെ ഈ മണ്ഡലത്തിൽ വരുന്നതാണ്. പ്രചരണത്തിന് ഇറങ്ങിയപ്പോഴൊക്കെ വികസനം എന്ന് പറഞ്ഞ വാക്കുമായിട്ട് ഞാൻ ഇറങ്ങിയ ഒരാളാണ്. കാരണം 2020 ഉണ്ട്, BJP ഉണ്ട്, ഫണ്ട് ഉണ്ട്, മാറ്റങ്ങൾ അനിവാര്യമാണ് എന്നുള്ള രീതിയിൽ ഞാൻ വികസനം എന്ന് പറഞ്ഞിറങ്ങിയപ്പോഴാണ് ബേസിക്സ് കാര്യങ്ങൾ പോലും അവിടെ നടന്നിട്ടില്ല എന്നുള്ളത് മനസ്സിലാവുന്നത്. ഞാനൊരു ഫാമിലി പോയിട്ട് അമ്മേ നമുക്ക് ഇതുപോലെ ചെയ്യാം, പൊന്നുമുള്ള നമുക്ക് വികസനമല്ല വേണ്ടത്. കഴിഞ്ഞ 10 വർഷമായിട്ട് നടക്കുന്ന അനീതികളുണ്ട് ഇവിടെ. നമ്മുടെയൊക്കെ വെള്ളം കിട്ടണമെങ്കിൽ എത്രയോ ദൂരം നടക്കണം. എറണാകുളം ടൗണിനെ കുറിച്ച് സംസാരിക്കുന്നതെന്ന് ആലോചിക്കണം. വെള്ളം കിട്ടണമെങ്കിൽ ഒരുപാട് നടക്കണം. ഒരു വയ്യായ്മ വന്നു കഴിഞ്ഞാൽ ഒരു വണ്ടി, ആംബുലൻസ് എത്രയോ ദൂരം, ആ വഴി മൊത്തം നടത്തിച്ചു അവർ. ആ വഴി മൊത്തം നടത്തിച്ചിട്ട് പറയാണ് ഇവിടെയാണ് ഞങ്ങൾക്ക് വണ്ടി വരിക. മേഡം തുടങ്ങിയില്ലേ അവിടെ നിന്ന് മുതൽ. ഞങ്ങൾക്കൊരു അസുഖം വന്നാൽ കയറണമെങ്കിൽ, വെള്ളത്തിന് പോകണമെങ്കിൽ, ഓരുവെള്ള പ്രശ്നം, പട്ടയം കിട്ടാത്തതിൻ്റെ പ്രശ്നം, അതേപോലെ പെൻഷൻ കിട്ടാത്തതിൻ്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതായത് ഇനി ഞാൻ ജയിച്ചാൽ ഞാൻ ഒന്നേന്ന് തുടങ്ങേണ്ടിയിരിക്കുന്നു. അപ്പം ഇത്രയും വർഷം ഭരിച്ച ആൾക്കാരും രാഷ്ട്രീയം ഭയങ്കരമായിട്ട് അറിയുന്ന ആൾക്കാരും എന്താ ചെയ്തത്? 10 പേരെ സന്തോഷിപ്പിച്ചിട്ട് 10,000 പേരെ കരയിക്കുകയാണെന്നാണ് എനിക്ക് മനസ്സിലായത്. 10 പേര് ജയ് വിളിക്കാനുണ്ട്. ആ 10,000 പേരുടെ കരച്ചിലാരും കാണുന്നില്ല, അവരുടെ ഇല്ലായ്മ ആരും മനസ്സിലാക്കുന്നില്ല. പള്ളുരുത്തി പോലുള്ള സ്ഥലത്ത് ഞാൻ ചെന്നെത്തുമ്പം വോട്ട് ചോദിച്ചു പോയപ്പോൾ അവർ കാണിച്ചത് ഒരു പ്രദേശം മുഴുവൻ എലികൾ കടിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെ. പ്രായഭേദമന്യേ എത്രയോ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ള ആൾക്കാർ വരെയുണ്ട്. അവരെ എലികൾ കടിച്ചുകൊണ്ടിരിക്കുക. ഭക്ഷണം വയ്ക്കാൻ പറ്റുന്നില്ല, കിടന്നുറങ്ങാൻ വയ്യ സമാധാനമായിട്ട്. എത്രയോ വട്ടം ആവർത്തിച്ച് കടിച്ചവരുണ്ട്. ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് പിന്നീട് മരുന്നിന് വാങ്ങാൻ പൈസ ഇല്ലാത്തത് കൊണ്ട് ഹോസ്പിറ്റൽ നിർത്തി എലിക്ക് ജീവിതം വിട്ടുകൊടുത്ത ആൾക്കാരുണ്ട്. വികസനം എന്ന് പറയുമെങ്കിലും സാധാരണക്കാരുടെ ജീവിതത്തിൽ ഇതൊക്കെയാണ് നടക്കുന്നത്. ഒന്നും തന്നെ ഒരു മാറ്റവുമില്ല. ഞാൻ എനിക്കറിയാവുന്ന രാഷ്ട്രീയം, ഞാൻ രാഷ്ട്രീയക്കാരിയല്ല. ഇപ്പോഴും ഞാൻ പറയുന്നു, ഒരുപാട് ട്രോളുകൾ വരുന്നുണ്ട് എനിക്കും. ഞാൻ ഇപ്പോഴും പറയുന്നത് ഞാൻ രാഷ്ട്രീയക്കാരിയല്ല. എനിക്ക് അത്തരത്തിലുള്ള രാഷ്ട്രീയം എനിക്കറിയില്ല. പക്ഷേ ചെറുതിലേ മുതൽ എന്നെ വിശ്വസിച്ച് അല്ലെങ്കിൽ ഞാൻ കാണുന്ന ജനങ്ങളെ സേവിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. ഞാൻ തൃപ്പൂണിത്തുറയിൽ എൻ്റെ തറവാടുണ്ടെങ്കിലും അവിടെ സർപ്പക്കാവും മറ്റു ബുദ്ധിമുട്ടുകളും ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് മാറി പല വാടക വീടുകളിലാണ് നമ്മൾ നിന്നിട്ടുള്ളത്. ഓരോ വീട്ടിൽ പോകുമ്പോഴും 4 ഭാഗത്തുള്ളൊരു 30 വീടെങ്കിലും എനിക്ക് പരിചിതമാണ്. അവിടെ ആരൊക്കെ താമസിക്കുന്നു, അവരെന്ത് ചെയ്യുന്നു, എനിക്ക് ചെറുതിലേ മുതൽ എനിക്കറിയാം. ഏത് വീടും എനിക്കറിയാം. അവിടുത്തെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. ഒരു കോർഡിനേഷൻ അല്ലെങ്കിൽ ലീഡർഷിപ്പ് റോൾ എപ്പോഴും ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പം കുറച്ചും കൂടെ കാര്യങ്ങൾ എനിക്ക് ഈസി ആയിരുന്നു. എങ്ങനെ ജനങ്ങളെ കൺവിൻസ് ചെയ്യണം, എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണം, ആ ഒരു ചാൻസ് എന്തിനാണ് വോട്ട് ചെയ്യാൻ വേണ്ടി ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ 1 മിനിറ്റെങ്കിലും സമയമെടുത്തിട്ടാണ് ഞാൻ മാക്സിമം, അല്ലെങ്കിൽ അത്ര തിരക്കുള്ള ഒരു പ്രചരണ ദിവസമായിരിക്കണം, എന്നാൽ മാത്രമാണ് പെട്ടെന്ന് ഒരു ആളിൽ നിന്ന് അടുത്ത ആളിലേക്കും അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ ഒരുപാടധികം ശ്രമിക്കുന്നുണ്ട്. അവരതിന് ഒരുപാട് എഫോർട്ട് എടുക്കുന്നുണ്ട്. നാളെ നമ്മളുടെ വിജയമാണ്, നമ്മളുടെ പാർട്ടിയാണ് വിജയിക്കുന്നത് എന്നുള്ളത് എൻ്റെ ജനങ്ങൾ വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെ എന്നെ അവിടെ നിർത്തി അവരുടെ പ്രശ്നങ്ങളെല്ലാം എനിക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. എത്ര വലിയ രാഷ്ട്രീയത്തിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും, എത്രത്തോളം രാഷ്ട്രീയത്തിലെ
മികവ് തെളിയിച്ച ആൾക്കാരാണെന്ന് പറഞ്ഞെങ്കിലും പ്രശ്നങ്ങൾ കേൾക്കാൻ മനസ്സില്ലെങ്കിൽ, അത് ചെയ്തു കൊടുക്കാൻ സമയം കണ്ടെത്തിയിട്ടില്ലെങ്കിൽ അതിലൊരു കാര്യമില്ല. തീർച്ചയായും. എനിക്കതിനുള്ള മനസ്സുണ്ട്. എൻ്റെ അടുത്ത് ഓടി വരാം, എനിക്ക് അത് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസമുണ്ട്. കോൺഫിഡൻസ് ഉണ്ട്. അതാണ് എൻ്റെ രാഷ്ട്രീയം. ഇവിടുത്തെ അൺഎംപ്ലോയ്മെന്റ് റേറ്റ് അറിയാമല്ലോ. അപ്പം അതിനൊക്കെ എന്താണ് പരിഹാരം? കോസ്റ്റ് ഓഫ് ലിവിംഗ് ആയാലും അൺഎംപ്ലോയ്മെന്റിനും അഞ്ജലി കാണുന്ന പരിഹാരം എന്താണ്? എല്ലാ സെക്ടേഴ്സിലും പ്രശ്നമാണെന്ന് മനസ്സിലായി. ഒരു സെക്ടർ അല്ല, എംപ്ലോയ്മെന്റ് സെക്ടറോ ഹെൽത്ത് സെക്ടറോ അങ്ങനെ ഒന്നും തന്നെയല്ല. പരിചിതമായ ഹോസ്പിറ്റൽ സെക്ടേഴ്സിൽ ഞാൻ അറിഞ്ഞിടത്തോളം വേണ്ടത്ര എക്യുപ്മെന്റ്സ് പോലും ഇല്ല. ഒരാൾ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ വളരെ ലാഘവത്തോടുകൂടി തിരിച്ചു പറഞ്ഞു വിടുക എന്നല്ലാതെ ബേസിക്സിൻ്റെ ആയിട്ടുള്ളൊരു ചികിത്സ കൊടുക്കുന്ന പോലും ഉള്ള കാര്യങ്ങളില്ല. എന്നിട്ട് എവിടെയാണ് ഈ കോടികൾ മുടക്കിയെന്ന് പറയുന്നത് വികസനത്തിന്? അല്ലെങ്കിൽ എല്ലാ സെക്ടേഴ്സിലും ഇത്ര കാര്യങ്ങൾ ചെയ്തു എന്ന് പറയുന്നത്? എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ ഇപ്പോഴേ സംസാരിക്കുന്നുണ്ടോ നാളെ ചെയ്യണം എന്നുള്ളത്? ഏറ്റവും ആദ്യം ചെയ്യാൻ പോകുന്നൊരു പദ്ധതി കിഴക്കമ്പലം മോഡൽ ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ്. 2020 എങ്ങനെ ഇവിടെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്നുള്ളതാണ്. അതിൻ്റെ ഭക്ഷ്യസുരക്ഷാ മാർക്കറ്റ് എങ്ങനെ ഇവിടെ കൊണ്ടുവരാം, അതിൻ്റെ പ്ലാനുകളെല്ലാം നീക്കി കഴിഞ്ഞു. ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോഴും ഏറ്റവും കൂടുതൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കുന്നതും ആ ഒരു കാര്യം പറഞ്ഞിട്ടാണ്. കാരണം നിഷ്പ്രയാസം നമുക്കിവിടെ കൊണ്ടുവരാൻ പറ്റുന്നൊരു കാര്യമാണ്. എല്ലാ സാധനങ്ങളും നമുക്ക് ഉപ്പ് മുതൽ കർപ്പൂരം വരെ 50% വിലക്കുറവിൽ കിട്ടുന്നതെന്ന് പറയുന്നത് തന്നെ നമുക്ക് വലിയൊരു കാര്യമാണ്. അപ്പോൾ അത് നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ എത്ര വലിയൊരു ബഡ്ജറ്റുള്ളൊരു കാര്യമാണെങ്കിലും ഞാൻ ഇപ്പോൾ ഫേസ് ചെയ്തിട്ടുള്ള കേട്ടിട്ടുള്ള പ്രശ്നങ്ങൾക്ക് ഇത്ര വലിയ ബഡ്ജറ്റൊന്നും വേണ്ട. ചെയ്യാൻ മനസ്സ് മതി. പക്ഷെ എത്രത്തോളം വലിയ ബഡ്ജറ്റാണല്ലോ, അത് 10,000 കോടിയാണെങ്കിൽ പോലും നമുക്കത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു കോൺഫിഡൻസിലാണ് ഞാൻ ജനങ്ങളോട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് സംസാരിക്കുന്നത്. ഞാൻ ഒരിക്കലും എന്നെ ജയിപ്പിക്കുക, അഞ്ജലി ജയിക്കുക, അഞ്ജലി നായരെ ജയിപ്പിക്കുക എന്നല്ല ഞാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാർട്ടിയെ ജയിക്കുക. ആ പാർട്ടിയിൽ നിന്നും കിട്ടുന്ന ഫണ്ട്, ആ പാർട്ടിയിൽ നിന്നും കിട്ടുന്ന ബാക്കപ്പ്, ആ പാർട്ടി കാരണം നാടിനുണ്ടാവാൻ പോകുന്ന മാറ്റം, കണ്ണടച്ചിരുട്ടാക്കുന്നവരോട് പോലും ആ വെളിച്ചത്തിലേക്ക് നോക്കാനാണ് ഞാൻ പറയുന്നത്. നാളെ പൊളിറ്റിക്സിലേക്ക് ഫുൾ ടൈമായിട്ട് വരുവാണ്. അപ്പം ആ ഒരു സമയത്ത് ശരിക്കും നമ്മുടെ എല്ലാ വിശ്വാസങ്ങളും നമ്മൾ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ രീതികളും നമ്മൾ നിൽക്കുന്ന പാർട്ടിയായിട്ട് ഒത്തുപോകണമെന്നില്ല. നാളെ എന്തെങ്കിലും താങ്കൾക്ക് ഇഷ്ടപ്പെടാത്ത രീതിയിൽ പാർട്ടിയിൽ നിന്നൊരു തീരുമാനമോ അവരുടെ രീതികളോ എന്തെങ്കിലും പേഴ്സണലി അഞ്ജലിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതി വന്നാൽ എങ്ങനെയായിരിക്കും അതിന് റെസ്പോണ്ട് ചെയ്യുക? തീർച്ചയായിട്ടും ഞാനത് പാർട്ടിയോട് സംസാരിക്കും. അത് വളരെ സൗഹൃദപരമായിട്ട് സംസാരിച്ച ഒരു സൊല്യൂഷൻ ഒരുമിച്ചുണ്ടാക്കാൻ നോക്കും. ഒരിക്കലും പാർട്ടിയെ തള്ളി പറയുന്നതല്ല എൻ്റെ നയം. അവരെന്നെയും തിരിച്ച് തള്ളി പറയില്ല എന്നുള്ളൊരു വിശ്വാസം, അതിനൊരു വഴി ഒരുക്കി കൊടുക്കില്ല എന്നുള്ളൊരു നയം എനിക്കും ഉണ്ട്. അപ്പം അതുകൊണ്ട് എന്ത് തന്നെ വന്നാലും അതിന് ജനങ്ങളെ ബാധിക്കുന്നതാണെങ്കിൽ പോലും എന്നാലും എൻ്റെ പാർട്ടിയെ നിങ്ങൾ വിശ്വസിക്കുക എന്ന് പറയാനല്ല ഞാൻ നിൽക്കുന്നത്. അതിലൊരു സൊല്യൂഷൻ കണ്ടെത്തുക എന്നുള്ളതാണ്. ജനങ്ങൾക്ക് വേണ്ടി എന്ത് വന്നാലും നിൽക്കും. തീർച്ചയായിട്ടും തീരുമാനത്തോടെ തന്നെയാണ് അഞ്ജലി കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നത് അല്ലേ? ഉറപ്പായിട്ടും. കാരണം അവരെന്നിൽ കാണിക്കുന്നൊരു വിശ്വാസമുണ്ട്. ഞാൻ അവരുടെ വോട്ട് ചോദിക്കുമ്പോൾ അവരുടെ കണ്ണുകൾ നിറഞ്ഞിട്ടുണ്ട്. പ്രായഭേദമന്യേ എൻ്റെ കൈ പിടിച്ച് പൊട്ടിക്കരഞ്ഞവരുണ്ട്. ക്യാമറയാണെന്ന് നോക്കാതെ, പബ്ലിക്കിൻ്റെ മുമ്പിലാണ് ഞാൻ വന്നതെന്ന് നോക്കാതെ, അവരുടെ ഒരു ഫ്യൂച്ചറിനെ പറ്റി ചിന്തിക്കാതെ, അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പ് ആലോചിക്കാതെ, മറ്റു പാർട്ടിക്കാരുടെ മുമ്പിലായിരിക്കും ഇനി അവരുടെ നാളെ അവർക്കാണോ ജയം വരിക എന്നുപോലും ആലോചിക്കാതെ കരഞ്ഞ നിമിഷങ്ങളുണ്ട് മറ്റുള്ളവർ. അത് ഞാൻ ജയിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അവരെൻ്റെ അടുത്ത് ആ കരച്ചിൽ പൊട്ടിക്കരഞ്ഞത്, ആ പ്രശ്നങ്ങൾ പറഞ്ഞത്, അവരുടെ എല്ലാ ഫീലിങ്സും ഷെയർ ചെയ്തത്. അപ്പോൾ ആ വിശ്വാസത്തിന് ഒരിക്കലും ഞാൻ ബ്രേക്ക് ചെയ്യില്ല. ആക്ട്രസ് ആയിട്ടാണ് നമുക്ക് എല്ലാവർക്കും അഞ്ജലി അറിയുന്നത്. അപ്പോൾ രാഷ്ട്രീയത്തിലേക്കൊരു മുഴുവൻ സമയം കേന്ദ്രീകരിക്കാനായിട്ട് പറ്റുമോ? ഇടയ്ക്ക് വന്ന കുറച്ച് ഇഷ്യൂസാണ്. ഇപ്പം ആക്ടേഴ്സ് രാഷ്ട്രീയത്തിലേക്ക് ഫുൾ ടൈം വന്നു കഴിഞ്ഞാലും അവർക്ക് കുറച്ചും കൂടി ആർട്ട് ഒരു പാഷനായിട്ടുള്ള മനുഷ്യന് എപ്പോഴും അതിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ അത് സാധാരണക്കാരായ ജനങ്ങളെ ബാധിക്കും എന്നുള്ളൊരു പേടി കുറച്ച് ആളുകൾക്കെങ്കിലും ഉണ്ട്. സിനിമാക്കാർക്ക് മുഴുവൻ സമയ രാഷ്ട്രീയം പറ്റുമോ എന്നുള്ള ഒരു ചോദ്യം വോട്ട് കുത്താൻ നേരം അവരുടെ മനസ്സിലേക്ക് ഓടി വരുന്നുണ്ടെങ്കിൽ അതിന് എന്ത് മറുപടി ആയിരിക്കും കൊടുക്കാനായിട്ട് സാധിക്കുക? എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതലും ക്യാരക്ടർ റോൾസ് ചെയ്യുന്ന ഒരാളാണ്. 365 ദിവസവും എനിക്ക് പണിയില്ല. 365 ദിവസത്തിൽ 30 ദിവസം എനിക്ക് വർക്ക് ഉണ്ടാവുള്ളൂ. ഒരു സിനിമയിൽ 2 ദിവസം, അടുത്ത സിനിമയിൽ 4 ദിവസം, അടുത്ത സിനിമയിൽ 1 ദിവസം, അങ്ങനെ പോകുന്ന ഒരാളാണ്. അല്ലെങ്കിൽ മാക്സിമം ഒരു 10-12 ദിവസം ഒരു വലിയ വേഷമാണെങ്കിൽ പോലും. അതിനപ്പുറത്തേക്ക് ഞാൻ ഫ്രീ ആണ്. അപ്പം സിനിമ വന്നാൽ പോലും ഇപ്പം ഇങ്ങനത്തെ ഒരു മെയ് 4 എൻ്റെ പേരാണ് ഉയരുന്നതെന്നുണ്ടെങ്കിൽ ഒരിക്കലും
ജനങ്ങൾക്കൊരാവശ്യമുള്ള ദിവസമാണ് സിനിമ വരുന്നെങ്കിൽ ചെയ്യില്ല. ഉറപ്പായിട്ടും ഞാൻ സിനിമ എടുക്കില്ല. ഇവരുടെ ഒരു ആവശ്യത്തിന് മാത്രമാണ് പ്രാധാന്യം കൊടുക്കുക. സുരേഷ് ഏട്ടൻ, ഗണേഷ് ഏട്ടൻ, ദേവൻ ചേട്ടൻ, കൃഷ്ണകുമാർ ഏട്ടൻ ഉൾപ്പെടെ എത്ര പേരുണ്ട്. രണ്ടും ഒരേപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോവുക, അല്ലെങ്കിൽ ജനങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് സിനിമകൾ ചെയ്യുന്ന ആൾക്കാരാണ് എത്രയോ പേർ. പിന്നെ ഇതൊക്കെ നാളത്തെ കാര്യങ്ങളാണ്. നമ്മളിപ്പോൾ ഇന്ന് പറയുകയാണ് ഞാൻ സിനിമ ചെയ്യും, അല്ലെങ്കിൽ ഞാൻ നല്ല സിനിമ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ സിനിമ ചെയ്താലും നാളെ ട്രോളും, സിനിമ ചെയ്തില്ലെങ്കിലും നാളെ ട്രോളും. അമ്മയെ തല്ലിയാലും രണ്ടു പക്ഷം എന്ന് രണ്ട് പക്ഷം എന്ന് പറയണ പോലെ. അപ്പോൾ ഇതൊന്നും ഇന്ന് പ്രവചിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ഞാനൊരിക്കലും രാഷ്ട്രീയത്തിൽ വരുമെന്ന് പറഞ്ഞ ഒരാളല്ലല്ലോ. ചിലപ്പോൾ ഒരു 10 വർഷത്തെ മുന്നത്തെ ഇന്റർവ്യൂവിൽ എന്നോട് ചോദിച്ചിട്ടുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. അഞ്ജലി രാഷ്ട്രീയത്തിൽ വരുമോ എന്ന് ചോദിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യത്തിന് പോലും ഞാൻ എന്ത് ഉത്തരം കൊടുത്തു എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അപ്പം അതുകൊണ്ട് ഒരു കാര്യം നാളത്തേത് പറയാൻ എനിക്കിപ്പോൾ താല്പര്യവുമില്ല. അത് നാളെ എന്തെങ്കിലും തിരിച്ചടിയായിട്ട് വരികയും ചെയ്യും. അതിപ്പോഴത്തെ ട്രെൻഡിൽ കാണുന്നതാണല്ലോ. പണ്ട് പറഞ്ഞ കാര്യം എടുത്തിട്ട് ഇപ്പോഴത്തെ കാര്യം എടുത്തിട്ട്. തീർച്ചയായിട്ടും. പക്ഷെ മനുഷ്യൻ മാറും, നമ്മുടെ ചിന്താഗതിയും രീതികളും മാറും എന്നുള്ള നമുക്ക് ഒരേ സാഹചര്യത്തിലും ഒരു നാട് ഓടുമ്പോൾ നടുവേ ഓടുക എന്നുള്ള പോലെ നമ്മൾ പല കാര്യത്തിനും നിലനിൽപ്പില്ലാതെ പോകുന്നു എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോഴും സാഹചര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ നയപരമായി മാറുക എന്നുള്ളതാണ്. ചക്കയുടെ ഇഷ്യൂ വലിയ രീതിയിൽ ട്രോളായി. ചക്ക പൊളിക്കുമ്പോൾ അത് താമരയുടെ ഇതളുകൾ പോലെയാണെന്നുള്ളത്. അപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് അത് വളരെ പെട്ടെന്നൊരു വലിയ ചർച്ചയിലേക്കൊക്കെ അതങ്ങ് പോയി. ഞാനൊരു അമ്പലത്തിൽ പോയ സമയത്ത് ഈ പറയുന്നത് പോലെ ഞാൻ വോട്ട് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു പ്രായമുള്ളൊരു അപ്പൂപ്പൻ, യു ആർ ആക്ടിങ്, യു ആർ നോട്ട് ആസ്കിങ് വോട്ട് പ്രോപ്പർലി, യു ആർ ആക്ടിങ് എന്ന് പറഞ്ഞു. നീ അഭിനയിക്കുകയാണെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത്. അപ്പൊ അത്തരത്തിലൊരു ഉത്തരം ഞാൻ പ്രതീക്ഷിക്കാത്തത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഡൗൺ ആയത് തൊട്ടടുത്തിരിക്കുന്ന ഒരു അമ്മ കാണുകയും, പ്രായമുള്ളൊരു അമ്മ കാണുകയും, എന്തിനാ കുട്ടീനെ അങ്ങനെ പറയണേ? ഞാൻ പറഞ്ഞു, ഇല്ല അമ്മ, കുറച്ചു പേർക്ക് നീരസം ഉണ്ടെന്ന് തോന്നുന്നു, ഈ താമര ചിഹ്നം ചക്കയായതിനാലും അങ്ങനെ പല നീരസങ്ങളുണ്ട് തോന്നുന്നു. മോളെ, ചക്ക തന്നെയാണ് താമര, താമര തന്നെയാണ് ചക്ക. ചക്ക തുറക്കുമ്പോ താമര ഇതളുകൾ പോലെ ഉണ്ടെന്ന് മോള് തോന്നുക, മോള് വിചാരിക്കുക, മോളത് അക്സെപ്റ്റ് ചെയ്യുക, മോൾ അങ്ങനെ തന്നെ ജനങ്ങളോട് വോട്ട് ചോദിക്കുക. അതിൽ വ്യത്യാസമില്ല, നിങ്ങളാണ്, നിങ്ങളുടെ പാർട്ടിയാണ് വരുന്നത്. സോ അത് പറഞ്ഞത് ഞാനല്ല, അത് ഏറ്റെടുത്ത് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്തപ്പം അത് എൻ്റെ വെർഷനായിട്ട് മാറുകയാണ്. പക്ഷെ ആ ട്രോളുകളോടൊന്നും എനിക്ക് ഒരു വിരോധവും ഇല്ല. കാരണം എൻ്റെ ചിഹ്നം ചക്ക എത്താത്തവരുടെ അടുത്തും കൂടെ എത്തി. അല്ലെ, എല്ലാം എന്തൊക്കെ പറഞ്ഞാലും ഇതാണ് അൾട്ടിമേറ്റ്ലി ആ ചക്കയിൽ കുത്തുക എന്നുള്ളതാണ്. എല്ലാവർക്കും അതിനുള്ളൊരു ഇൻഫർമേഷൻ കിട്ടുക എന്നുള്ളതാണ്. പബ്ലിസിറ്റി. എനിക്ക് വന്നെതിരെയുള്ള ഇപ്പോഴത്തെ ഇതുവരെയുള്ള ട്രോളുകള് എത്രയൊക്കെ നെഗറ്റീവ് PR ആളുകൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതെനിക്ക് ഗുണമായി വന്നിട്ടേ ഉള്ളൂ. അഞ്ജലി ഒരുപാട് ആൾക്കാരിലേക്ക് ഇനിയും എത്തി, അത്രേ ഉള്ളൂ. അത് ഞാൻ അങ്ങനെ കാണുന്നില്ല. കാരണം രാഷ്ട്രീയം എന്ന് പറഞ്ഞ സാധനം എന്ന് ഞാൻ ട്വിസ്റ്റ് ഞാൻ എടുത്തോ ജീവിതത്തിൽ എനിക്കറിയാം. അടുത്ത വമ്പൻ ഓഫറുകൾ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് എനിക്ക് വളരെ വ്യക്തമായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ട്രോളിനോടും അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് പോവാണ് എല്ലാ ട്രോളുകളും. മാത്രമല്ല എനിക്കൊന്ന് അഞ്ജലിയുടെ ഇത് രണ്ടും ഒന്നാണെന്ന് പറയുന്നതിലൂടെ കുറച്ചും കൂടി കാര്യങ്ങൾ പേഴ്സണൽ ആക്കാനും ആൾക്കാർ അതിൽ വോട്ട് ചെയ്യാനും വേണ്ടിയിട്ട് വളരെ നിസ്സാരമായിട്ട് ആൾക്കാർക്ക് അതൊരു ഒത്തൊരുമ തോന്നാൻ വേണ്ടി പറഞ്ഞൊരു ഉത്തരവാണല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചക്കയല്ല അല്ലെങ്കിൽ താമരയല്ല എന്നുള്ളൊരു റീസൺസിൽ എന്തിനാണ് ആളുകൾ കുത്താതിരിക്കുന്നത്? അവർക്ക് എന്താ വേണ്ടേ? ഇനിയും ഇതേപോലെ കരഞ്ഞുകൊണ്ടും ഇതേപോലെ ഒരു കാര്യത്തിന് മാറ്റമില്ലാതെയും പോകാനാണ് അവർ ആഗ്രഹിക്കുന്നത്. ഞാൻ നന്നായില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ നാട് നന്നാവണ്ടെന്നാണ് ആഗ്രഹിക്കുന്നത്. എന്തിനാണ് ഇനിയും സഫർ ചെയ്യുന്നത്? അത്രയും സഫറിങ്സ് കണ്ട ഒരാളെന്ന നിലയിൽ ഞാൻ അവരോട് ചോദിക്കുകയാണ്, എന്തുകൊണ്ടൊന്ന് മാറി ചിന്തിച്ചൂടാ? ഇത്രയും അനുഭവിച്ചു, വീണ്ടും മാറി മാറി ഭരിച്ചിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലായ ജനങ്ങളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഒരു ഓപ്പർച്യൂണിറ്റി എന്തുകൊണ്ട് തന്നൂടാ? ഞാൻ തന്നെ പറയുന്നുണ്ട്, നാളെ ഞങ്ങളുടെ പാർട്ടി ഒന്നും ചെയ്തില്ലെങ്കിൽ വോട്ട് ചെയ്യണ്ട, പിന്നെ വിശ്വസിക്കണ്ട, വേണമെങ്കിൽ 2 ഇടി ഇടിച്ചു തന്നെ എന്ന് ഞാൻ പറയുന്നുണ്ട്. അതുപോലെ ഞാൻ പറയുന്നുണ്ട്. അത്ര കോൺഫിഡൻ്റാ ഞാൻ. കാരണം അത്രയും ഞാൻ കണ്ടു കഴിഞ്ഞു. ഒരിക്കലും ഇതല്ല ഞാൻ പ്രചരണത്തിന് പോകുമ്പോൾ ഞാൻ കാണാൻ ആഗ്രഹിച്ചതോ. നമ്മൾ എറണാകുളം ടൗൺ, നമ്മളൊന്നും അതൊന്നും അധികം അനുഭവിക്കാത്തത് കൊണ്ടായിരിക്കാം. കിടക്കാൻ പോലും പറ്റില്ല. പല വീടുകളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പോലും പറ്റാത്ത, എങ്ങനെ ഇവരിവിടെ കിടക്കണേന്ന് തോന്നിപ്പോവും പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ. പല പദ്ധതികളിലും വീട് കെട്ടിക്കൊടുക്കുക എന്ന് പറഞ്ഞവരുടെ പദ്ധതികളിലുള്ള വീടുകളൊക്കെ മേൽക്കൂര പോലും കംപ്ലീറ്റ് ആയിട്ടില്ല വർഷങ്ങളായിട്ട്.
ഈ തൃപ്പൂണിത്തുറയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ പൈതൃകം വളരെ രസമുള്ള ഒരു കാര്യമാണ്. അപ്പം നാളെ ഇതിൽ എന്നാൽ നമുക്ക് ഒരു ഡെവലപ്മെന്റ് ഇവിടെ കൊണ്ടുവരാതിരിക്കാനും പറ്റില്ല. അപ്പം ഇത് രണ്ടും കൂടെ ഉള്ളൊരു ബാലൻസ് എങ്ങനെയാണ് അഞ്ജലി പോസിബിൾ ആവുമെന്ന് വിചാരിക്കുന്നത്? പൈതൃകത്തിനെ ഒരു രീതിയിൽ നശിപ്പിക്കാത്ത രീതിയിലുള്ള ഒരു വികസനം എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും തൃപ്പൂണിത്തുറ പൂർണ്ണത്രേശ്വരൻ്റെ മണ്ണാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ആ ഭഗവാന് ചൈതന്യത്തിൻ്റെ കളങ്കം വരുന്ന രീതിയിൽ ഒരു കാര്യവും പ്രവർത്തിക്കാൻ ഞാൻ ഉണ്ടാവില്ല. മറിച്ച് ജനങ്ങൾക്ക് വേണ്ട ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും, നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ഉപയോഗിക്കുകയാണ്, ഉപ്പ് മുതൽ കർപ്പൂരം വരെ അവർക്ക് എന്ത് തന്നെയാണെങ്കിലും അത് എത്ര ചെറിയതായിക്കോട്ടെ, എത്ര വലിയ വികസനം ആയിക്കോട്ടെ, അതിലേക്ക് ഞാൻ ഇറങ്ങിച്ചെന്നത് കംപ്ലീറ്റ് ചെയ്യുക തന്നെ ചെയ്യും. ഇപ്പൊ തൃപ്പൂണിത്തുറയിൽ ഒരു പൊതു ഗ്രൗണ്ട് ഇല്ല. ഞാൻ ഒരുപാട് ഗ്രൗണ്ടുകൾ വിസിറ്റ് ചെയ്ത ഒരാളാണ്. അതിലൊരുപാട് ട്രോളുകൾ വന്നിട്ടുള്ള ഒരാളുമാണ് ഞാൻ. ആ ഒരു പൊതു ഗ്രൗണ്ട് ഞാൻ ഓരോ ഗ്രൗണ്ടിൽ കളിക്കുന്ന ഓരോ കളിക്കാരോടും ഞാൻ പറഞ്ഞൊരു വാക്കാണ്, എൻ്റെ പാർട്ടി അത് ചെയ്തു തരും. അത്തരത്തിലുള്ളൊരു കോൺവെർസേഷൻ അവിടെ ഒരുപാട് നേരം നീളുകയും പിന്നീട് അവർ ഇറങ്ങിച്ചെന്ന് എന്നാലും ചേച്ചി ദൃശ്യത്തില് ലാലേട്ടനെ പറ്റിച്ച ഒരാളാണ്, അതുകൊണ്ട് നമ്മളൊന്ന് വോട്ട് ചെയ്യണമെന്ന് ആലോചിക്കും എന്നവർ കളി പറഞ്ഞൊരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി അങ്ങനെ പറയരുത്, ഞാൻ ലാലേട്ടൻ്റെ അനീതിയായിട്ടുള്ള ഒപ്പത്തിലുണ്ടായിരുന്നു, അതൊന്നും പറയണ്ട, അനീതി ലാലേട്ടൻ്റെ അനുഗ്രഹം വാങ്ങാത്തതുകൊണ്ട് അതും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പുലിമുരുകനിൽ ലാലേട്ടൻ്റെ അമ്മയാണ്, അതൊക്കെയാണ് ലാലേട്ടൻ്റെ അമ്മയായിട്ട് അഭിനയിച്ചതുകൊണ്ട് എന്ന് പറഞ്ഞൊരു കൗതുകമായൊരു ആഡ് ഓൺ മാത്രമായിരുന്നു അവിടെ ഉണ്ടായിട്ടുള്ളത്. പക്ഷെ അത് പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ അത് മാത്രം എഡിറ്റ് ചെയ്ത് വരികയും സിനിമയുടെ എണ്ണം പറഞ്ഞ് വലിപ്പം പറഞ്ഞ് വോട്ട് ചോദിച്ച ഒരാളായി മാറി ഞാൻ. ദൃശ്യം ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു, അതെനിക്ക് വോട്ട് ചെയ്യണം, അതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ഞാൻ വോട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞ് അത്തരം എഡിറ്റഡ് വേർഷനുകളിൽ നല്ലോണം അറ്റാക്ക് വന്നൊരു ഇരയാണ് ഞാൻ. അപ്പം അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തുറയിൽ ഞാൻ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ, ഇത്രയും ദിവസത്തിനുള്ളിൽ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ, അത് വ്യക്തമായി അതിൻ്റെ ഒരു പ്ലാനും സ്ട്രാറ്റജിയും ഒക്കെ പാർട്ടിയുമായിട്ടിരുന്ന് സംസാരിച്ച് വീണ്ടും ഞാൻ ജയിച്ചാൽ, 4-ാം തീയതി ജയിച്ചാൽ, വീണ്ടും എനിക്ക് പ്രചരണത്തിൻ്റെ ആ പോയ വഴികളിലൂടെ ഒരിക്കൽ കൂടെ എനിക്ക് പോകണം. ആദ്യം കേട്ടതിനേക്കാളും ഡബിളായിട്ട് എനിക്കതിൽ ശ്രദ്ധ കൊടുത്ത് കേട്ട് മനസ്സിലാക്കി അതിനെന്ത് ചെയ്യാൻ പറ്റുമോ അത് ഞാൻ ചെയ്തിരിക്കും. പേരിൻ്റെ പേരിൽ ഒരു കോൺട്രവേഴ്സി ഇപ്പം നടക്കുന്നുണ്ടല്ലോ, പേര് മാറ്റാനായി ശ്രമിച്ചു പക്ഷെ അത് തള്ളി എന്നുള്ള രീതിക്ക്, അതെന്താണെന്നൊന്ന് പറയാമോ? എന്നെ വർഷങ്ങളായിട്ട് അറിയുന്നത് അഞ്ജലി നായർ എന്നുള്ള പേരിലാണ്. അഞ്ജലി പി വി എന്നുള്ളത് സ്കൂൾ റെക്കോർഡ്സിലുള്ള പേരാണ്. അപ്പോൾ പി വി എന്നുള്ളത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറില്ല, അഞ്ജലി നായർ. പക്ഷെ രാഷ്ട്രീയത്തിൽ വന്നപ്പോഴും ഞാൻ ആ പേര്, എൻ്റെ സ്കൂൾ റെക്കോർഡ്സിനെ പറ്റി ഞാൻ ചിന്തിച്ചില്ല, അഞ്ജലി നായർ എന്ന് പറയുകയും പ്രചരണത്തിൽ മുഴുവൻ ബോർഡുകൾ വയ്ക്കുകയും പരസ്യം ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. നമ്മൾ പത്രിക സമർപ്പിക്കുന്ന സമയത്താണ് ആ സ്കൂൾ റെക്കോർഡ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തപ്പം അഞ്ജലി പി വി എന്ന ഞാൻ അഞ്ജലി നായർ എന്നറിയപ്പെടുന്നതിനാൽ ബാലറ്റിൽ അങ്ങനത്തെ ഒരു റിക്വസ്റ്റ് നമ്മൾ വെച്ചത്. അത് സ്ക്രൂട്ടിനി സമയത്ത് നമ്മൾ 10 പ്രാവശ്യം വായിക്കുകയും നമ്മളത് ഫയൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പിന്നീട് ബാലറ്റിൻ്റെ കോപ്പി വന്നപ്പോൾ അതിൽ അഞ്ജലി പി വി എന്ന് കണ്ടു. അന്വേഷിച്ചപ്പോൾ ആ പേപ്പർ മിസ്സായി എന്നാണ് നമ്മളോട് പറഞ്ഞത്. അതെന്താണ് അതിനിടയിൽ ഉണ്ടായത്, സംഭവിച്ചതൊന്നും നമുക്കറിയില്ല. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെന്നതുമില്ല. കോർട്ടിനെ ഡിപ്പെൻഡ് ചെയ്തു, കേസായിട്ട് പോട്ടെ എന്ന് വിചാരിച്ചു. കോർട്ടിൽ നിന്ന് വളരെ അനുകൂലമായൊരു വിധിയാണ് നമുക്ക് വന്നത്. വിധി ഇൻ സെൻസ് നമ്മൾ അനുകൂലിക്കണം ഓഫീസേഴ്സ് എന്നുള്ള രീതിയിലുള്ളൊരു ഫേവറബിൾ ആയിട്ടുള്ളൊരു ഡിസിഷനാണ് പറഞ്ഞത്. പക്ഷേ വീണ്ടും ഓഫീസേഴ്സിനെ കൺവിൻസ് ചെയ്യാൻ ഒരു 8 ഫയലുകളും എവിഡൻസുകളായിട്ട് അഡ്വക്കേറ്റ് വന്നെങ്കിലും ആ സമയത്ത് അവർ കൺവിൻസ് ആയി എന്ന് ബോധ്യപ്പെടുത്തിയെങ്കിലും അന്ന് വൈകുന്നേരം നമുക്ക് വന്ന റിസൾട്ട് വീണ്ടും ഒരു നോ ആയിരുന്നു. അത് പക്ഷേ എല്ലാ മാധ്യമങ്ങളിലും ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് വന്നതോടുകൂടി, എല്ലാ പത്രങ്ങളിലും ടോപ്പ് ഹെഡ്ലൈൻ ആയിട്ട് വന്നതോടുകൂടി വീണ്ടും അതെനിക്കൊരു ഗുണകരമായി എന്നുള്ളതാണ്. എൻ്റെ 2 പേരും ആളുകളുടെ മനസ്സിൽ കയറി. അഞ്ജലി നായരും കയറി, അഞ്ജലി പി വിയും കയറി. അതിനേക്കാൾ ഉപരി ഒരു വനിത മാത്രമേ മത്സരിക്കുന്നുള്ളൂ. അഞ്ജലിയിൽ കണ്ടാൽ കുത്തുമെന്നും ചക്ക കണ്ടാൽ അവർ തിരിച്ചറിയുമെന്നുള്ളൊരു വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അതങ്ങനെ നിർത്തിവെച്ചിരിക്കുകയാണ്. ബാക്കി പാർട്ടി പറയുന്നത് എന്താണോ ആ രീതിയിൽ ഞാൻ പോയിരിക്കും. നാളെ ആ ഒരു MLA സ്ഥാനത്തേക്ക് വന്നാൽ അനുഗ്രഹീതമായ രീതിയിൽ ഇവിടെ ഒരു നല്ല ഭരണം കാഴ്ചവെക്കാനായി ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തീർച്ചയായിട്ടും. താങ്ക് യു.